നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞു. ഭക്തരെല്ലാം തന്നെ പല ഭാഗങ്ങളിൽ നിന്നെത്തി ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാലയിട്ട് നിവേദ്യം അർപ്പിച്ച് തങ്ങളുടെ സ്വന്തം വീടുകളിലേക്കും നാട്ടിലേക്കൊക്കെ തന്നെ തിരിച്ചുപോയി. പക്ഷേ തിരുവനന്തപുരത്ത് ഇപ്പോഴും ആറ്റുകാൽ പൊങ്കാല പ്രമാണിച്ച് ഉടലെടുത്തിട്ടുള്ള വിവാദങ്ങളൊന്നും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം. ഇപ്പോഴും അത് തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആറ്റുകാല പൊങ്കാല അർപ്പിച്ച് ഭക്തർ മടങ്ങിയെങ്കിലും രാഷ്ട്രീയ അടുപ്പുകളിൽ വിവാദം തിളയ്ക്കുന്നു. പൊങ്കാല നാളുകളിൽ കുടിവെള്ള പ്രശ്നത്തിന്റെ പേരിൽ BJP ഭരിക്കുന്ന കോർപ്പറേഷനും സർക്കാരും കൊമ്പ് കോർത്തതിന് പിന്നാലെ ഇപ്പോൾ പോരെ മാലിന്യത്തെ ചൊല്ലിയാണ്. പൊങ്കാലയ്ക്ക് ശേഷം മാലിന്യം നീക്കുന്നതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വിവാദം ഉയർന്നിരുന്നു. മാലിന്യ നീക്കം വൈകാൻ കാരണം കോർപ്പറേഷന്റെ പിടിപ്പുകേടാണെന്ന് CPM അനുകൂല സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വിമർശനം ഉയർന്നിരുന്നു. എന്നാൽ സമയബന്ധിതമായി തന്നെ മാലിന്യം നീക്കാൻ കഴിഞ്ഞുവെന്ന് കോർപ്പറേഷൻ അവകാശപ്പെടുന്നത്. ഇതിനിടയിൽ വിവാദം കൊഴുപ്പിച്ച് മന്ത്രി V ശിവൻകുട്ടിയും വിഷയത്തിൽ ശക്തമായ ഇടപെടലാണ് നടത്തിയിരിക്കുന്നത്. മാലിന്യ നീക്കത്തിൽ വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കാൻ തിരുവനന്തപുരത്ത് RDOയെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. അതായത് മന്ത്രി V ശിവൻകുട്ടിക്ക് കഴിഞ്ഞ വർഷങ്ങളൊന്നും ഇല്ലാത്തത്ര ഒരു സംശയമാണ് ഇത്തവണ പൊങ്കാല കഴിഞ്ഞ് തന്റെ നാടും നഗരം വൃത്തിയായിട്ടുണ്ടോ എന്നുള്ള ഒരു ആകാംക്ഷ മന്ത്രി V ശിവൻകുട്ടിയെ വല്ലാതെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നേരിട്ട RDOയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷമുള്ള മാലിന്യ നീക്കം വൈകുന്നതായും ശുചീകരണത്തിൽ വീഴ്ചകൾ സംഭവിക്കുന്നതായും വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ശ്രദ്ധയിൽപ്പെട്ടുവെന്നും ഉത്സവത്തിന് ശേഷം നഗരം എത്രയും വേഗം വൃത്തിയാക്കേണ്ടത് ആരോഗ്യ സുരക്ഷയ്ക്കും സുഗമമായ ഗതാഗതത്തിനും അത്യാവശ്യമാണെന്ന് മന്ത്രി വ്യക്തമാക്കി. ഈ സാഹചര്യത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങളിൽ എവിടെയെങ്കിലും വീഴ്ചയുണ്ടോ എന്ന് നേരിട്ട് പരിശോധിച്ച് അടിയന്തര റിപ്പോർട്ട് നൽകാൻ തിരുവനന്തപുരം RDOയെ ചുമതലപ്പെടുത്തിയതെന്നും മന്ത്രി അറിയിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനാണ് ശുചീകരണ ചുമതല. എവിടെയെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അവ പരിഹരിക്കാൻ കർശനമായ ഇടപെടലുകൾ ഉണ്ടാകും. ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനും നഗരത്തെ പൂർവ്വസ്ഥിതിയിലാക്കാനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി വ്യക്തമാക്കി. അതേസമയം മന്ത്രി V ശിവൻകുട്ടി മന്ത്രിയുടെ വകുപ്പ് നോക്കിയാൽ മതിയെന്നും കോർപ്പറേഷന് ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിറവേറ്റാൻ അറിയാമെന്നും മേയർ VV രാജേഷ് തിരിച്ചടിച്ചു. മാലിന്യ നീക്കത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള നീക്കമാണ്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷമുള്ള മാലിന്യ നീക്കം കുറ്റമറ്റതായിരുന്നു. കോർപ്പറേഷൻ ഭരണം നഷ്ടപ്പെട്ടതിന്റെ വേവലാതിയാണ് CPMനെന്നും VV രാജേഷ് പറഞ്ഞു. ആറ്റുകാൽ പൊങ്കാല ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിലെ മാലിന്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിച്ച മന്ത്രിയുടെ നിലപാട് തികച്ചും രാഷ്ട്രീയ പ്രേരിതമെന്ന് BJP ജില്ലാ വൈസ് പ്രസിഡന്റ് RS രാജീവും തുറന്നടിച്ചിട്ടുണ്ട്. ആറ്റുകാൽ ക്ഷേത്രം കോമ്പൗണ്ടിനകത്ത് മാലിന്യങ്ങൾ കാലങ്ങളായി ക്ഷേത്ര ട്രസ്റ്റാണ് നീക്കം ചെയ്യുന്നത്. ക്ഷേത്ര ട്രസ്റ്റിനെ സഹായിക്കുവാൻ എന്നോണം എത്തുന്ന സംഘടനകളെയും സഹായത്തിന് ഉൾക്കൊള്ളിക്കാറുണ്ട്. ഇത് വ്യക്തമായി അറിയുന്ന ആളായിരിക്കണം. കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന MLA കൂടിയായിട്ടുള്ള മന്ത്രി. ക്ഷേത്രം ട്രസ്റ്റ് ഔദ്യോഗികമായി തന്നെ പറയുന്നു ഇതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കാണെന്നുള്ളത്. ഇത് വ്യക്തമായി അറിയുന്ന ഈ പ്രദേശത്തെ MLA കൂടിയായിട്ടുള്ള മന്ത്രി ഒരു അന്വേഷണം നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതത്താലാണ്. ആറ്റുകാൽ പൊങ്കാലോത്സവത്തോടനുബന്ധിച്ച് നിരന്തരമായി BJP നേതൃത്വം നൽകുന്ന നഗരസഭയെ അപകീർത്തിപ്പെടുത്തുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് വേണം ഇതിനെ കാണുവാൻ. നല്ലവണ്ണം നടക്കുന്ന BJP നേതൃത്വം കൊടുക്കുന്ന നഗരസഭയെ ജനങ്ങൾ തിരിച്ചറിയുന്നു എന്ന് മനസ്സിലാക്കി ദുഷ്ടലാക്കോടെയാണ് കഴിഞ്ഞ 15 ദിവസമായി അഭിനവ ധാരികന്മാരായി മന്ത്രിയുടെ നേതൃത്വത്തിൽ ആറ്റുകാൽ ഉത്സവവുമായി ബന്ധപ്പെട്ട് കുപ്രചാരണങ്ങൾ അഴിച്ചുവിടുന്നത്. നഗരസഭയുടെ ഭരണം 100 ദിവസം കഴിയും മുമ്പേ നഗരസഭാ ഭരണം മന്ത്രിയുടെയും തലസ്ഥാന CPM നേതാക്കളുടെയും ഉറക്കം കെടുത്തുന്നു എന്നതിന്റെ സൂചനയാണ് ഈ പൊറാട്ട് നാടകങ്ങൾ എന്നും RS രാജീവ് പറഞ്ഞു. ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ് 4 ദിവസം പിന്നിട്ടിട്ടും നഗരത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാത്തതിൽ സംസ്ഥാന സർക്കാർ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയെന്ന തരത്തിൽ ദേശാഭിമാനി വാർത്ത നൽകിയിരുന്നു. സംഭവത്തിൽ RDOയോട് മന്ത്രി V ശിവൻകുട്ടി അടിയന്തര റിപ്പോർട്ട് തേടി. ക്ഷേത്ര പരിസരത്തും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പ്ലാസ്റ്റിക് പേപ്പർ മാലിന്യങ്ങളും ഭക്ഷണാവശിഷ്ടങ്ങളും കുന്നുകൂടി കിടക്കുന്നത് വലിയ ആരോഗ്യ ഭീഷണി ഉയർത്തുകയാണ്. നഗരസഭയുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പാളിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്നായിരുന്നു. എന്നാൽ ക്ഷേത്ര പരിസരം ട്രസ്റ്റിന്റെ വകയാണ്.
കാലങ്ങളായി അവരാണ് അതെല്ലാം വൃത്തിയാക്കുന്നത്. മേയറെ അപമാനിക്കാൻ വേണ്ടിയായിരുന്നു CPM ശ്രമം. മേയർ VV രാജേഷും സംഘവും നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തു. നടി മല്ലിക സുകുമാരന്റെ അടക്കം പ്രകീർത്തിച്ചു. പിന്നാലെയാണ് ക്ഷേത്ര പരിസരത്തെ അവശിഷ്ടങ്ങൾ ഉയർത്തി കോർപ്പറേഷനെ പ്രതിക്കൂട്ടി നിർത്താൻ തുടങ്ങിയത്. പ്ലാസ്റ്റിക് കുപ്പികളും ഭക്ഷണാവശിഷ്ടങ്ങളും ചാരവും റോഡരികുകളിൽ കെട്ടിക്കിടക്കുകയാണ്. ഇത് പ്രദേശത്ത് പകർച്ചവ്യാധികൾ പടരാൻ കാരണമാകുമെന്ന് നാട്ടുകാർ ആശങ്കപ്പെടുന്നു. ശുചീകരണം പരാജയപ്പെട്ടെന്ന വാർത്തകൾ വന്നതോടെ ചിലയിടങ്ങളിൽ മാലിന്യം നീക്കാൻ ശ്രമം തുടങ്ങിയെങ്കിലും പ്രധാന കേന്ദ്രങ്ങളിൽ ഇപ്പോഴും മാലിന്യ കൂമ്പാരമാണ്. പൊങ്കാലയ്ക്ക് ഉപയോഗിച്ച ചുടുകട്ടകൾ ശേഖരിച്ച് പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്ന മേയർ VV രാജേഷിന്റെ വാഗ്ദാനം ഇതുവരെ നടപ്പിലായിട്ടില്ല. മുൻവർഷങ്ങളിൽ പൊങ്കാല കഴിഞ്ഞ ഉടൻ തന്നെ യുദ്ധകാല അടിസ്ഥാനത്തിൽ നടന്നിരുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ ഇത്തവണ തടസ്സപ്പെട്ടത് നഗരസഭയുടെ വീഴ്ചയാണ്. സ്വന്തം പരാജയം മറച്ചുവെക്കാൻ നഗരസഭ അധികൃതർ സർക്കാരിന് മേൽ കുറ്റം കെട്ടിവെക്കാൻ ശ്രമിക്കുന്നതായും ആക്ഷേപമുണ്ട്. തലസ്ഥാന നഗരത്തെ ശ്വാസം മുട്ടിക്കുന്ന ഈ മാലിന്യ പ്രശ്നത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് ഭക്തരുടെയും നാട്ടുകാരുടെയും ആവശ്യം. ശുചീകരണത്തിലെ മെല്ലെ പോക്കിനെതിരെയും ശക്തമായ പ്രതിഷേധമാണ് നഗരത്തിൽ ഉയരുന്നത്. ഇങ്ങനെയാണ് ദേശാഭിമാനി വാർത്ത അവസാനിക്കുന്നത്. ഏതായാലും മേയർ VV രാജേഷിനെ താറടിക്കാൻ CPM ഏത് അറ്റം വരെയും പോകും. മേയർ രാജേഷ് കരുതൽ എടുത്തേ മതിയാവൂ. അതിന് തെളിവാണ് ഇന്ന് ദേശാഭിമാനി ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ച ഈ ഒരു വാർത്ത. ഗുരുതര ആരോപണം VV രാജേഷിനെതിരെ ഉയർത്തുകയാണ് ദേശാഭിമാനി. ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട ശുചീകരണ വിവാദങ്ങളിൽ മേയറെ പൊളിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള വ്യാജ ശ്രമം, അത് പൊങ്കാലയ്ക്ക് ഉപയോഗിച്ച ചുടുകട്ടകൾ ശേഖരിച്ച് പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്ന മേയർ VV രാജേഷിന്റെ വാഗ്ദാനം ഇതുവരെ നടപ്പായിട്ടില്ലെന്ന ആരോപണമാണ് ദേശാഭിമാനി ഉയർത്തുന്നത്. ആറ്റുകാൽ പൊങ്കാല നടന്നത് മാർച്ച് 3-നാണ്. അന്ന് അർദ്ധരാത്രിയിലാണ് ക്ലീനിങ് പൂർത്തിയായത്. ഇന്ന് 6-ാം തീയതി, അതായത് ചുടുകട്ട ശേഖരിച്ച് 2 ദിവസം കഴിഞ്ഞിട്ടും ആ ചുടുകുട്ട കൊണ്ട് മേയർ രാജേഷ് വീട് പണിതില്ലത്രേ. ഇതാണ് ദേശാഭിമാനി ചർച്ചയാക്കുന്നത്. 2 ദിവസം കൊണ്ട് വീട് വയ്ക്കുന്ന മാന്ത്രികതയൊന്നും മേയർക്കില്ല എന്നതാണ് വസ്തുത. കോർപ്പറേഷന്റെ ബജറ്റ് കഴിഞ്ഞ മാസമായിരുന്നു ചർച്ചയായത്. അതിൽ വീടില്ലാത്തവർക്ക് കോർപ്പറേഷൻ ചിലവിൽ വീട് വെച്ച് നൽകുമെന്ന് പറഞ്ഞിരുന്നു. കേരളത്തിലെ കോർപ്പറേഷനുകളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു ഇത്തരത്തിലൊരു പ്രഖ്യാപനം. ഇതോടെ VV രാജേഷിന്റെ ഗ്രാഫ് കുതിച്ചുയർന്നു. ഇത് കാണാൻ വയ്യാത്ത ഒരു വിഭാഗമാണ് ഇത്തരത്തിലുള്ള പല എങ്ങനെയൊക്കെ ആരോപണങ്ങൾ ഏതൊക്കെ വഴികളിലൂടെ ഉയർത്തിക്കൊണ്ടുവരാം അതിനുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. പക്ഷെ അതെല്ലാം തന്നെ നനഞ്ഞ പടക്കം പോലെ ചീറ്റിപ്പോകുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്.